അതെന്തിനാ? അന്ന് നിങ്ങൾ ആ പണം കൊണ്ട് തന്നതുകൊണ്ടാ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയത്. അതിനൊരു നന്ദി വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അന്ന് പക്ഷെ കഴിഞ്ഞില്ല. എന്തിനാ നന്ദി പറയുന്നത്? അതൊക്കെ ഓരോ കടമകളല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് അത് പിന്നെ കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കുന്നതും ഒരു കടമയാണല്ലോ. ഓ, അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നേ. അല്ല കുട്ടി, പലിശയുടെ കാര്യം പറഞ്ഞില്ല. എത്ര വർഷത്തേക്കാ ഡെപ്പോസിറ്റ് ചെയ്യുന്നേ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. 5 വർഷത്തേക്കാണെങ്കിൽ 6.5% കിട്ടും. അതിന് മുകളിലാണെങ്കിൽ 8 വരെ കിട്ടും. ഇപ്പൊ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാനും കാണാനും ഒക്കെയാ വന്നത്. പണമായിട്ട് ഞാൻ പിന്നെ വരാം. എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതല്ലേ? ഈ ഫോമിൽ നിന്ന് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തേക്ക്. ഇവിടുന്ന് മാനേജർ കോണ്ടാക്ട് ചെയ്തോളൂ. ഓ, അതിനെന്താ? പിന്നെ ഫോൺ നമ്പർ കൂടെ എഴുതിയേക്കണേ. ചേച്ചിയുടെ ശബ്ദം കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആരുടെ ശബ്ദം പോലെ തോന്നുന്നു. എന്റെ ശബ്ദം നീ എങ്ങനെ മറന്നു പോവാനാ മോളെ? നമ്മള് ഒരേ വയറ്റിൽ ജനിച്ച കൂടപ്പിറപ്പുകളല്ലേ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് നീ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവോ? എന്താ? ഈ വേഷത്തില് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ആപത്ത് കാലത്ത് സഹായിച്ച ഒരാളുടെ മുഖം ഒന്ന് കണ്ടിരിക്കാനുള്ള ആഗ്രഹമുണ്ട്. പിന്നീടാവട്ടെ. ഡെപ്പോസിറ്റ് ചെയ്യാൻ പണവും കൊണ്ടുവരുമ്പോ നമുക്ക് കാണാം. പറ്റുമെങ്കിൽ പുറത്തൊരുമിച്ച് പോയി ഒരു ചായയും കുടിക്കാം. ഞാനിപ്പോ പോട്ടെ. പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. സച്ചേട്ടനോട്, അല്ല കുട്ടിയുടെ ഏട്ടനോടും അമ്മയോടും ഒക്കെ എന്റെ അന്വേഷണം പറയണം കേട്ടോ. ശരി, പറയാം. എത്രയായാലും ആതിര അർച്ചനയുടെ കൂടപ്പുറപ്പ. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സ്വന്തം ചോരയ്ക്ക് ചോരയെ തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ ഐഷയാണെന്നാ ആതിരയും സച്ചേട്ടനും എല്ലാം വിചാരിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള സാഹസങ്ങൾ കാണിക്കരുത്. ഏത് സമയത്താ പിടിവീഴുന്നെന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം. ആഹാ, മോൾ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അത് പിന്നെ അമ്മേ, എനിക്ക് രാജീവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അമ്മ എന്തിനാ ചായ കൊണ്ടെന്ന് ശിശിരയുടെ കയ്യിൽ കൊടുത്തുവിട്ടാ പോരായിരുന്നോ? അത് സാരമില്ല, നിങ്ങൾ സംസാരിക്കേ. ഇനി ശിശിര പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതിരവാ. അതിരിക്കേ. കുഴപ്പമില്ല സർ, ഞാൻ നിന്നോളാം. എന്താ ആതിര ഇത്? ആതിരക്ക് എന്നെ പേടിയാണോ? അല്ല, പേടിയൊന്നുമില്ല സർ. പിന്നെന്താ ഇരിക്കേ. എടോ, താനാ ഇപ്പൊ ഈ ഓഫീസിലെ താരം. മറ്റുള്ളവർക്കൊക്കെ തന്നോടൊരു അല്പം അസൂയുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തിനാ സാർ ഈ പാവപ്പെട്ട എന്നോട് അസൂയ? എന്തിനാണെന്നോ?
ദാ നോക്ക്. തന്റെ ഫോട്ടോയും റീലും ഒക്കെ ഭയങ്കര റീച്ചാടും. ഓ, എന്തോരം കമന്റുകളാണ് ഇതിന്റെ താഴെ വരുന്നറിയോ? താൻ എന്ത് സുന്ദരിയാടോ. തന്നെ പോലൊരു സുന്ദരിയായ സ്റ്റാഫിനെ കിട്ടിയതേ എന്റെ ഭാഗ്യ. സർ സർ ഫയൽ നോക്കി തന്നാ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോവായിരുന്നു. താൻ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. ജോലിയൊക്കെ നമുക്ക് ഇപ്പൊ തീർക്കാം. തന്നെ കണ്ടപ്പോൾ മുതലുള്ള എന്റെ ഒരു ആഗ്രഹം ഇത്. താൻ നോ എന്ന് പറയരുത്. സർ കൈയെടുത്തേ. കൈയെടുക്കാനല്ലേ പറഞ്ഞത്? അതിരെ സർ എന്തായി കാണിക്കുന്നെ? അതിരെ പ്ലീസ്. വിട്. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു? ഒരു മാസം ശമ്പളം ഞാൻ അഡ്വാൻസ് ആയി തന്നില്ലേ? പരസ്യത്തിൽ നിന്നെ ഞാൻ നായികയാക്കില്ലേ? കൈ വിട്. ഒരു പാല് വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പെണ്ണല്ല. എന്നെ വിട്. വിടാനല്ലേ പറഞ്ഞേ? അങ്ങനെ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല. കനകാംബരൻ ഇന്നുവരെ ആഗ്രഹിച്ചൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളൂ.